ഇരിട്ടിയിൽ ഒരു കുരങ്ങ് പറിച്ചെറിഞ്ഞ തേങ്ങ കൊണ്ട് ഒരു വീട്ടമ്മയുടെ കണ്ണിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇരിട്ടി പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ കുരങ്ങിനെതിരെ കേസെടുത്ത് കുരങ്ങിനെ അറസ്റ്റ് ചെയ്ത് മൃഗശാലയിൽ അടയ്ക്കണം. കാരണം ഇതൊക്കെ മാത്രമേ നമ്മുടെ കാക്കിപ്പടയെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. സാധാരണ മനുഷ്യർക്കെതിരെ, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അവർക്ക് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി വേണം. ഇതാകുമ്പോൾ അനുമതിയുടെ ഒരാവശ്യവുമില്ല. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രമുഖ MLA ആണ് PV അൻവറാണ് സംസ്ഥാനം ഭരിക്കുന്ന സൂപ്പർ ആഭ്യന്തരമന്ത്രി ADGP അജിത് കുമാറിനെതിരെയും മറ്റൊരു സൂപ്പർ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനുള്ള തെളിവുകൾ നിരത്തി ജനസമക്ഷം വന്നത്. എന്നിട്ടെന്തായി? വെളുക്ക ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ADGP MR അജിത് കുമാർ തുടരട്ടെ എന്ന്. വെളുക്ക തന്നെ ചിരിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു അതെല്ലാം ഭരണകക്ഷി MLAയുടെ പരാതിയല്ലേ, അതങ്ങനെ തന്നെ പോട്ടെ, അന്വേഷണം നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാമെന്ന്. അത്രയേ ഉള്ളൂ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ. നമ്മുടെ കാക്കിപ്പടയെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജനം ഓർക്കണം. BJPയെയും RSനെയും താറടിച്ച് കാട്ടാൻ എന്തൊക്കെ വ്യഗ്രതയായിരുന്നു ഈ CPMകാർക്ക്. അതിന് കുഴലൊതുക്കൊണ്ട് കുറെ കോൺഗ്രസ്സുകാരും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ BJPയുടെയും RSസിന്റെയും B ടീം ആകാനുള്ള യോഗ്യത പോലുമില്ല ഈ കമ്മികൾക്കും കൊങ്ങികൾക്കും. അങ്ങനെ തന്നെ വിളിക്കണം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ VD സതീശൻ വായ തുറന്ന് പറയുന്നത് BJP CPM ബന്ധമുണ്ടേ എന്നാണ്. പിണറായിയുടെ ചീള ആവശ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ ദത്താത്രേയ ഹൊസബാല എന്ന ആരാധ്യനായ RSS സർക്കാർ യുവാവ്? അല്ല, ഒട്ടുമേ അല്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയും. അല്ലെങ്കിൽ തന്നെ RSSനെ തകർക്കാൻ മുച്ചൂട് മുടിക്കുമെന്ന് ശപഥമെടുത്ത് പിന്നാലെ കൊതിമുത്തി നടക്കുന്ന CPMലെ ചെന്നായ്ക്കളെ പൊതുജനമായി BJPയും RSSും ഒരിക്കലും കരുതിയിട്ടില്ല, ഇനി കരുതുകയുമില്ല. പ്രസ്ഥാനമാണത്രേ. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അത് ഉണ്ടാകുന്നത് എങ്ങനെയെന്നും ഇവന്മാർക്കറിയാമോ? അത് ഉണ്ടാക്കാൻ അറിയാമോ? ജനസംഘത്തിൻ്റെ വോട്ടും വാങ്ങി നിയമസഭയിലെ AC ചെന്നിരുന്ന് തുടങ്ങിയ ഇവനൊക്കെ ഇപ്പോൾ ജനസംഘമെന്ന് കേട്ടാലേ കുരുപൊട്ടും. പൂജനീയ മാരാർജി ഇപ്പോൾ ഇവിടെ ഉണ്ടാകണമായിരുന്നു. ഇവന്മാരെയൊക്കെ വലിച്ചു കയറി ഒട്ടിച്ചനെ. അഖണ്ഡ കേരളം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ പിച്ചി ചിന്തി താറുമാറാക്കിയ കമ്മികളോട് ഒരിക്കലും RSസുകാർ പൊറുക്കില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പിന്നെ സംഘബന്ധുക്കൾ പ്രസ്ഥാനത്തിനും സേവകർക്കും ഒരാപത്തും വരാതെ മാത്രമേ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുമുള്ളൂ. അതും ഓർമ്മ വേണം. ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ പോയി വസ്തുക്കരമടയ്ക്കാനും KSRTC ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനും റേഷൻ കടയിൽ പോയി അരി വാങ്ങാനും PSC പരീക്ഷ എഴുതി ജോലിക്ക് കയറാനുമൊന്നും ഈ CPMകാരുടെ ആവശ്യം BJP RS പ്രവർത്തകർക്ക് ആവശ്യമില്ല. ആവശ്യം കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. നിങ്ങൾക്കാണ് കേന്ദ്ര ഏജൻസികളുടെ സത്യസന്ധമായ അന്വേഷണത്തെ ഭയം. നിങ്ങൾ ഭയക്കുന്നത് ഏജൻസികളെയല്ല, ഇന്ത്യയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്, രാജ്യത്തെ നിയമവ്യവസ്ഥയാണ്. ആ ഭയം എപ്പോഴും ഉണ്ടായിരിക്കണം. ഭരിച്ച് പുതിയ വകുപ്പുകൾ തന്നെ ഉണ്ടാക്കി ഒന്നാം പിണറായി സർക്കാർ. സ്വർണ്ണക്കടത്ത് വകുപ്പ്, മാസപ്പടി ശേഖരണ വകുപ്പ്, സ്ത്രീ പീഡന വകുപ്പ്, സ്ത്രീധന വകുപ്പ്, ബന്ധു നിയമന കോർപ്പറേഷൻ, ന്യൂനപക്ഷ പ്രീണന വകുപ്പ്, പിന്നെ കൊള്ളയും കൊലയും പരിശീലിപ്പിക്കുന്ന വകുപ്പ്. അത്രയൊക്കെ കേരളത്തെ കൊണ്ടെത്തിച്ച മഹാന്മാരാണ് ഇപ്പോൾ BJPയെ കുറ്റം പറയുന്നത്. അതിന് ചൂടുപിടിക്കാൻ എന്നത്തെയും പോലെ സതീശനും രമേശ് ചെന്നിത്തലയും കൊടയും ചൂടി വന്നിട്ടുണ്ട്. ചെന്നിത്തലയുടെ ഹിന്ദി ഡയലോഗൊക്കെ അങ്ങ് മഹാരാഷ്ട്രയിൽ കാച്ചിയാൽ മതി. അവിടെയും ചെന്നിത്തല കോൺഗ്രസിന്റെ ചീട്ട് കീറാൻ പോവുകയാണ്. മുക്കിന് സതീശൻ പറഞ്ഞു കിടക്കുന്ന വിഷയമാണ് CPM BJP ബന്ധമെന്ന്. എന്ത് ബന്ധമാണെന്ന് കൂടി ഞങ്ങളുടെ പഴയ സംഘബന്ധു സതീശനെന്ന് പറഞ്ഞു തരണം. MR അജിത് കുമാർ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ സർക്കാർ യുവാവ് ദത്താജിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ലാവ്ലിൻ മുതൽ ചെമ്പിലെ സ്വർണം വരെയുള്ള കേസുകൾ ഒതുക്കാനൊന്നുമല്ല എന്ന് വളരെ വ്യക്തമാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം ഒതുക്കി തീർക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന ഒരു വ്യക്തിയല്ല ദത്താജി എന്ന് അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവർക്ക് വ്യക്തമാണ്. മാത്രമല്ല നിയമപരവും ഭരണപരവുമായ ഈ വിഷയങ്ങളിൽ RSSന് ഇടപെടാവുന്ന ഒന്നും അതിനകത്തില്ല എന്ന് തരും. രണ്ടാമത്തത്, ഇവിടെ എന്തൊക്കെ ഘോരഘോരം BJPക്കെതിരെ പ്രസംഗിച്ചാലും അമിത്ഷായെ കളിയാക്കിയാലും സ്വന്തം തടിയെ രക്ഷിക്കാനുള്ള അഭ്യർത്ഥനകളും പ്രാർത്ഥനയും വഴിപാടുമൊക്കെ നടത്താനുള്ള ഒരു വഴി, ഒരു വന്ദേ ഭാരത് റൂട്ട് കേരളത്തിലേക്ക് പണ്ടേ വെട്ടിവെച്ചിട്ടുണ്ട് പിണറായിയും കൂട്ടരും. അത് കണ്ണൂരിലെ ഇപ്പോഴത്തെ സൂപ്പർ ലോബിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായിയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ട് കണ്ണൂർ ലോബി പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടായോ എന്നത് വേറെ വിഷയം. എന്തായാലും 13 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച, അതും നിയമവിരുദ്ധമായി ഒന്നുമില്ലാത്ത, അവസാനം ഉള്ളി തൊലിക്കുന്നത് പോലെ ഒന്നായി തീരുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ആ ഒരു വിഷയത്തെ ഇത്ര വലിയ വിവാദമാക്കി നിലനിർത്തി ഇപ്പോഴത്തെ മറ്റെല്ലാ വിഷയങ്ങളും കാർപ്പറ്റിനടിയിലാക്കിയ ആ കാഞ്ഞ ബുദ്ധി, അത് കണ്ണൂരിലെ ആരുടേതായാലും ബിഗ് സല്യൂട്ട്. ബുദ്ധി കണ്ണൂരിൽ നിന്നാണോ ക്ലിഫ് ഹൗസിൽ നിന്നാണോ
വ്യക്തമാകും അധികം താമസിയാതെ. വയനാടില്ല, ഓണക്കാലത്തെ വിലക്കയറ്റമില്ല, സപ്ലൈകോയിലെ എലികളെ പിടികൂടുന്നില്ല, കുടിവെള്ള പ്രശ്നമില്ല, എന്തിന് PV അൻവർ പുറത്തിട്ട വിഷയങ്ങൾ പോലുമില്ല. ഇപ്പോഴിതാ ദത്താജിയെ കണ്ട അജിത് കുമാർ തന്നെ അവിടെ ADGP കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ന് വെളുക്കെ ചിരിച്ചുകൊണ്ട് പറയുന്ന മറ്റാരുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. അറിഞ്ഞും അറിയാതെയും മാധ്യമങ്ങൾ CPM-നെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ.